ഇന്നത്തെ ഞങ്ങളെ ചാകരയാണ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു ഫിഷിംഗ് സ്പോട്ട് ഉണ്ട്, അവിടെ അത്യാവശ്യം നല്ല മീനെല്ലാം കിട്ടും. നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് അറിഞ്ഞൊരു സ്ഥലമാണ്, അവിടേക്ക് പോവാണ്. അവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് ഞങ്ങൾ കേട്ടറിഞ്ഞത് സീ ബാസ് ആണ്. മെയിനായിട്ട് അത്യാവശ്യം നല്ല സൈസുള്ള സീ ബാസ് കിട്ടുന്നതാണ് ഫ്രണ്ട്സ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോവാണ്, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകണവരാണ്. ഞങ്ങൾ വൈറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ചെമ്മീനാണ് മെയിനായിട്ട്. നല്ല ഫാമിലി ചെമ്മീനല്ല, നല്ല കടൽ ചെമ്മീനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ കടൽ ചെമ്മീനിലാണ് കിട്ടാൻ സാധ്യത കൂടുതൽ. അങ്ങനെ കിട്ടോ കാര്യങ്ങളൊന്നും നമ്മുടെ ചെന്നിട്ട് നമുക്ക് കാണാൻ ബാക്കി അല്ലേ. ഒരു പുതിയ സ്പോട്ടാണ്. ഇവിടെ മെയിനായിട്ട് സീ ബാസാണ് നമുക്ക് അടിക്കുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അതിരാവിലെയാണ്, സൂര്യനെ കുതിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് മീൻ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇറങ്ങി അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഉണ്ടോ? ആ എടുക്ക് അടിപൊളി സാധനം. പൊന്തിച്ചോ ഹമ്മൂർ. പ്രശ്നമില്ല. ഓക്കെ, നമുക്കൊരു അടിപൊളി ഹമ്മൂർ അടിച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 1 kg എന്തായാലും ഉണ്ട് അല്ലേ. ചെറിയ ഹമ്മൂർ അടിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് കമ്പനിയിലാ സീ ബാസ് അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് സീ ബാസാണ്. ഇവിടെ ഏറെ കോർത്തിട്ട് ഇടേണ്ട താമസമുള്ളൂ, അപ്പം തന്നെ മീനടിക്കും. അതാ വീണ്ടും നമുക്ക് 3ാമത്തെ സീ ബാസ് അടിച്ചിരിക്കുകയാണ്. അത്യാവശ്യം വലുതാണോ? ബാബാ അടിപൊളി. സന്തോഷമായി. സീ ബാസിനെ പിടിക്കാൻ വന്നിട്ട് സീ ബാസിനെ കിട്ടി. നമുക്കിപ്പോൾ ഒരു 4-5 കിട്ടിയിട്ടുണ്ട്. അതും ഭയങ്കര മീനാണ് അവിടെ ഈ സ്പോട്ടിൽ. മെയിനായിട്ട് ഇവിടെ മീനിൻ്റെ ഒരു ആക്ടിവിറ്റി ഇത്ര വരാൻ കാരണം ഒരു ഡീ വാട്ടറിങ് സിസ്റ്റം നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എത്രാമത്തെ നമുക്ക് അടിക്കണേ? 6ാമത്തെ അല്ലേ. ഇത് ഒരു 800 ഗ്രാമൊക്കെ സാധനം. അടിപൊളി. ഇറങ്ങിയിട്ട് എടുക്ക്. ഇതിൻ്റെ പേരറിയില്ല, എന്തായാലും നല്ല അടിപൊളിയാണ്. ബാർബിക്യൂ ചെയ്യാൻ അടിപൊളിയാണ്. അതേപോലെ എന്താണ് നമ്മുടെ നല്ല കറി വയ്ക്കാൻ അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കറി വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അല്ലേ. സീവറിയും അടിച്ചിരിക്കുകയാണ്. കണ്ടല്ലേ, നമുക്കൊരു സാധനം അടിച്ചിരിക്കുകയാണ്. എന്താണ് നല്ല സാധനം അടിച്ചിരിക്കുകയാണ്. ഡ്രാഗ് ടൈറ്റ് ചെയ്തോ, ഡ്രാഗ് ടൈറ്റ് ചെയ്യ്. ഡ്രാഗ് ടൈറ്റ് ചെയ്യ്. അയ്യോ നിൽക്ക് വെയിറ്റ്. അടിപൊളി സാധനം വാ. അടിപൊളി സാധനം അടിച്ചിരിക്കുകയാണ്. അടിപൊളി. വാ ഫ്ലാറ്റ് ഇട്ട് താഴെന്ന് പൊന്തിക്ക്. വാ അടിച്ചിരിക്കുകയാണ്. നല്ല ഷോട്ടാണ്. രണ്ട് ഇത് കുറുക്കുഫാനല്ല, ട്വിൻസാണ്. രണ്ടും കുറുക്കുഫാനാന്ന് തോന്നുന്നു. എടാ കിട്ടി മാന്തല, അടിപൊളി മാന്തല. ഇങ്ങോട്ട് പോരെ, പൊക്കിയെടുത്ത് പോരെ.
നമുക്ക് റെഡിയാക്കാം. കണ്ടോ, ഇത് അടിപൊളി ഒരു മാന്തൾ അല്ലേ? ഒരു നിന്റെ ഒരു കൈപ്പത്തിനേക്കാളും വലുപ്പമുണ്ടല്ലോ. രണ്ട് കൈപ്പത്തി ചേർത്ത് വെച്ചാലും അതിനേക്കാളും വലുതാണ്. അടിപൊളി അടിപൊളി അടിപൊളി. നമ്മൾ നിൽക്കുന്ന അടിപൊളി സ്പോട്ടാണ്. ഈ ലൊക്കേഷൻ ആർക്കും പറഞ്ഞു തരില്ല. പാലത്തിൻ്റെ അടിയിലാണ്. അടിപൊളി സ്പോട്ടാണ്. നമുക്ക് ഒരുപാട് മീനൊക്കെ കിട്ടിയതാണ്. ഇന്ന് ഭയങ്കര അടിയായിരുന്നു എല്ലാവർക്കും. നമുക്കൊരു അമൂർ മിസ്സായി. അമൂറിൻ്റെ അടിയൊന്ന് പറഞ്ഞേ. നല്ല സ്ട്രൈക്കായിരുന്നു. ഭാഗ്യമില്ലാതെ പോയി. അടിച്ച് നേരെ കല്ലിനടയിലോട്ട് പോയി. കല്ലിനടയിൽ പോയി ലോക്കായി പോകാൻ നമുക്ക് തന്നെ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഓക്കെ. നമ്മുടെ നല്ലൊരു ലൂറും നമ്മുടെ നഷ്ടപ്പെട്ടു. അല്ലാതെ നമുക്ക് ബൈറ്റിന് കുറേ മീൻ എന്തായാലും കിട്ടി. ഈ സ്പോട്ട് ആർക്കും പറഞ്ഞു തരില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ ആർക്കും അലൗഡില്ല. അപ്പം ഞങ്ങൾ അവിടെയുള്ള സെക്യൂരിറ്റിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഷിജു ഇന്ന് ഭയങ്കര പെർഫോമൻസാണ്. നമ്മളൊന്ന് നല്ല ആക്ടിവിറ്റിയാണ് ഇവിടെ. അത്യാവശ്യം നല്ല മീൻ കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഇച്ചിരി കഴിഞ്ഞാൽ അവിടെ അല്ലേ ഇന്നത്തെ പരിപാടി നമ്മൾ അവസാനിപ്പിക്കും. കാര്യം നമ്മളിലുള്ള ചെമ്മീനൊക്കെ തീർന്ന്. ഇപ്പം മീനെ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ടേക്കണ മീനാണ്. മസാല എന്തായിരുന്നു? ഇതിനകത്ത് ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു ടൊമാറ്റോയും എല്ലാം കൂടെ കൂട്ടി നമ്മൾ അരച്ചെടുത്തു. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടിയും പിന്നെ സോയാ സോസ്, ബാർബിക്യൂ സോസ്, ഒലിവ് ഓയിലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ് ഇതിൻ്റെ കൂട്ട്. എന്താ പരിപാടി? എന്താണ് നമ്മൾ എന്തുണ്ടാക്കാനാ പരിപാടി? നമ്മള് നമ്മളെ ഫിഷ് ബാർബിക്യൂ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എടാ മീൻ്റെ ഒക്കെ അവശിഷ്ടം മാത്രമല്ലല്ലോ ഉള്ളൂ. നമ്മൾ പിടിച്ച ഹമ്മൂറാണ്. ആ ഫ്രഷ്നെസ് ഉണ്ടല്ലോ, അടിപൊളി ഫ്രഷ്നെസ് ഒന്നും പറയാൻ പറ്റില്ല. അടിപൊളി ഫിഷ് പൊള്ളിച്ചത് ഓപ്പൺ ചെയ്ത് നോക്കാണ്. ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കഴിച്ചു നന്നായിട്ടുണ്ടോ? പറയണേ. ആണോ? നന്നായിട്ടുണ്ടോ?